ഓംകാരേശ്വർ, മമലേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ. ജ്യോതിർലിംഗ ക്ഷേത്ര പരമ്പരയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഡോറിൽ നിന്ന് 77 കിലോമീറ്റർ അകലെ മധ്യപ്രദേശിലെ നർമ്മദാ നദിയുടെ തീരത്താണ് ഓംകാരേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നർമ്മദാ നദി 2 ഭാഗങ്ങളായി പിരിഞ്ഞ് മാന്ധാത അല്ലെങ്കിൽ ശിവപുരി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദ്വീപ് സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് ഏകദേശം 4 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുള്ളതാണ്. ഈ ദ്വീപിൻ്റെ ആകൃതി ഓം അല്ലെങ്കിൽ ഓംകാർ എന്നതിൻ്റെ ദൃശ്യരൂപത്തോട് സാമ്യമുള്ളതാണ്. നർമ്മദാ നദിയുടെ മറുവശം വിഷ്ണുപുരി എന്നാണ് അറിയപ്പെടുന്നത്. പുരാണങ്ങൾ അനുസരിച്ച് വിന്ധ്യപർവ്വതം തപസ്സനുഷ്ഠിക്കുകയും മഹാദേവനെ ഭൗതിക ലിംഗത്തിൻ്റെ രൂപത്തിൽ ആരാധിക്കുകയും ചെയ്തു. അതിനുശേഷം മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് പർവ്വതത്തെ അനുഗ്രഹിക്കുകയും പ്രണവലിംഗമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ദേവന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ലിംഗം 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. ഒന്ന് ഓംകാരേശ്വർ, മറ്റൊന്ന് മമലേശ്വർ. ജ്യോതിർലിംഗം ഓംകാരേശ്വരിലും ഭൗതിക ലിംഗം മമലേശ്വരിലും, അതായത് അമരേശ്വരിലും സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു കഥ അനുസരിച്ച് ഇക്ഷ്വാകു രാജവംശത്തിലെ മാന്ധാത രാജാവ് ഇവിടെ ധ്യാനിച്ചുവെന്നും മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചുവെന്നും അതിനാലാണ് ഭഗവാൻ ഓംകാരേശ്വരൻ ഇവിടെ വസിക്കുന്നത് എന്നുമാണ്. ഓംകാരേശ്വർ എന്ന വാക്കിൻ്റെ അർത്ഥം ഓംകാരത്തിൻ്റെ ഈശ്വരൻ അല്ലെങ്കിൽ ഓം ശബ്ദം എന്നാണ്. മമലേശ്വർ അല്ലെങ്കിൽ അമരേശ്വർ എന്ന വാക്കിൻ്റെ അർത്ഥം അനശ്വരന്മാരുടെ, അതായത് ദേവന്മാരുടെ ഈശ്വരൻ എന്നാണ്. അഗ്നിജ്വാലിയായി ശിവൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളാണ് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ഖാണ്ഡ്വ ജില്ലയിൽ നർമ്മദാ നദിയിലെ ഖാണ്ഡവ നഗരത്തിനടുത്തുള്ള മാന്ധാത എന്ന ദ്വീപിലാണ് ഓംകാരേശ്വർ ക്ഷേത്രം. ഇത് ഓംകാർ മാന്ധാത എന്നും അറിയപ്പെടുന്നു. ഓംകാരേശ്വർ ക്ഷേത്രത്തിനുള്ളിൽ ജ്യോതിർലിംഗത്തെ ശിവന്റെ രൂപത്തെ പ്രതിനിധീകരിക്കുന്ന വൃത്താകൃതിയിലുള്ള കറുത്ത കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നു. അതിനടുത്തായി ശിവന്റെ പത്നിയായ പാർവതിയെ പ്രതിനിധീകരിക്കുന്ന ഒരു വെളുത്ത കല്ലുമുണ്ട്. ദർശനത്തിനായി പൊതുവായും പ്രത്യേകവുമായ ക്യൂകളുണ്ട്. ഒരാൾക്ക് 300 രൂപ ചിലവ് വരുന്ന ശീഘ്ര ദർശൻ ടിക്കറ്റുകൾ നീണ്ട ക്യൂ ഒഴിവാക്കാൻ ഇവിടെ ലഭ്യമാണ്. ക്ഷേത്രത്തിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് പ്രസാദവും മറ്റു സാധനങ്ങളും വാങ്ങാവുന്നതാണ്. ക്ഷേത്രങ്ങൾക്ക് വളരെ അടുത്തുള്ള മധ്യപ്രദേശ് ടൂറിസം നിയന്ത്രിക്കുന്ന MP ടെമ്പിൾ വ്യൂ റിസോർട്ടിൽ നിങ്ങൾക്ക് സുഖപ്രദമായ താമസ സൗകര്യം ലഭ്യമാണ്. ഓംകാരേശ്വരിലും പരിസരത്തും ഇതുകൂടാതെ നിരവധി ആകർഷണ കേന്ദ്രങ്ങളുണ്ട്.